എന്റെ വിളക്ക് മോഷിക്കാൻ വന്നവനാണ്. മക്കളെ മാമനെ വിളി. മണിക്കുട്ടി ചേട്ടാ എന്തോ മണിക്കുട്ടി ചേട്ടാ എന്തോ ചേട്ടാ ഓടി വാ. ശബ്ദം ഇവിടെ നിന്നല്ലേ സൗണ്ട് കേൾക്കണേ? മണിക്കുട്ടി ചേട്ടാ എന്തോ ചേട്ടാ ചേട്ടാ കള്ളാ. നിങ്ങളെന്താ എല്ലാരും ഇവിടെ? ഇന്ന് നേരത്തെ അവിടെ നിന്ന് എന്റെ വിളക്ക് അവലക്ഷണാണെന്ന് പറഞ്ഞ് ഇതിനായിരുന്നല്ലേ? ഞാൻ ഇപ്പൊ മോഷണം തെറ്റി കേട്ടതല്ല, പറഞ്ഞത് തന്നെയല്ലേ എന്റെ വിളക്ക് എന്റെ അച്ഛൻ. എന്റെ പൊന്നളിയ അളിയനപ്പം വലിയ പാരമ്പര്യവും കുടുംബത്ത് തറവാടെന്നൊക്കെ പറഞ്ഞിട്ട് ഇതായിരുന്നല്ലേ പണി. കാശിന് വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചാ പോരാ. അല്ല വിളക്ക് വേണമെങ്കിൽ തന്നെ മണി ചോദിച്ചാൽ മണി തരൂലായിരുന്ന. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ അച്ഛൻ തന്ന വിളക്കല്ലേ ഇത്? അത് തന്നെ എന്റെ അടുത്ത് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ കാശ്, ഞാൻ തരുമായിരുന്നല്ലോ. അല്ലേ അമ്മ, ഇവര് രണ്ടുപേരും കൂടെ കുറച്ചു നേരത്തേക്ക് മുമ്പേ വിളക്കിനെ കുറിച്ച് സംസാരിക്കുന്ന കേട്ടായിരുന്നു. അങ്ങനെയാണെങ്കിലേ ഈ അച്ഛനെ ഇതിന് പങ്കുണ്ട്. അയ്യോ അല്ല അത് അമ്പലത്തിലെ അതായത് ഉള്ള സത്യം ഞാൻ പറയാം. അതായത് അളിയന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സുമലതയുണ്ടല്ലോ ബാങ്കില്, സുമലതയുടെ വീട്ടിൽ നാളെ പൂജയാ. എന്തിന്റെ പൂജയാന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നാളെ പൂജയാ. ആ പൂജയ്ക്ക് ഇവിടുത്തെ ഈ വലിയ വിളക്ക്, അതായത് നമ്മുടെ അച്ഛൻ തന്ന ഈ വിളക്ക് അവർക്ക് കൊണ്ടുപോയി കൊടുക്കാമെന്ന് ഇങ്ങനെ ഏറ്റിട്ടായിരുന്നു ഓഫീസിൽ നിന്ന് വന്നത്. അത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇത് എടുത്തു കൊടുക്കണം. ഞാൻ പറഞ്ഞത് നടക്കത്തില്ല, ഞങ്ങളുടെ അച്ഛൻ എൻ്റെ പെങ്ങൾക്ക് കൊടുത്താൽ ഒരിക്കലും ഞാൻ എടുത്തെടുത്തില്ലെന്ന്. അപ്പൊ ഇങ്ങനെ പറയുക, അങ്ങനെയാണെങ്കിൽ എന്റെ ഭാര്യയെ ഞാൻ ഡൈവോഴ്സ് ചെയ്യുമെന്ന്. കള്ളം മണി, കള്ളം അളിയാ, അങ്ങനെയാണെങ്കിൽ സത്യം പറ. സത്യം പറയാ. സത്യം പറ. സത്യം പറ. എന്താ നേരത്തെ വിളക്കിന് ഡിസ്കഷൻ. നീ പറയേ. സുമലയുടെ വീട്ടിലൊരു പൂജയുണ്ട്, വിളക്ക് ചോദിച്ചു, ഞാൻ കൊടുക്കാതെ നിന്റെ അടുത്ത് വന്ന് ചോദിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ ഇരുന്നാണ്. അപ്പോഴാണ് ഇയാൾ ഫയലിന്റെ കാര്യം എന്റെ അടുത്ത് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് പറഞ്ഞ അളിയപ്പോട്ട് ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞത്. ഇതെല്ലാം ഇയാളുടെ ബുദ്ധിയാണ്, ഇങ്ങനെ ബുദ്ധിയാണ്. മണി ഞാനല്ല. കള്ളം പറയരുത് അളിയന്റെ കാല് പിടിച്ചിട്ടാണ് ഞാൻ ഈ വിളക്ക് എടുത്ത് തന്നത്. രണ്ടെണ്ണം കൂടെ നമ്പറും ഇതൊക്കെ മതി. എന്തായാലും തേഞ്ഞ് പൊളിഞ്ഞല്ലേ എല്ലാം ഐഡിയയും പ്ലാനും ഒക്കെ. ചെല്ലി ഈ അളി അങ്ങോട്ട് പോ, അത് അവിടുന്ന് ഞാൻ തീർത്തോളാം. ഈ അളിയനെ മുകളിലോട്ട് കയറിക്കോ, നാളെ ഞാൻ തീർത്തോളാം. ഹലോ ഹലോ ഹലോ, ഇവിടെ എടുത്ത് അകത്ത് വച്ചിട്ട് പോയാൽ മതി. അയ്യോ അത് വെക്കണ്ട, സുമലതയ്ക്ക് കൊടുക്കണ്ടേ? ഈ വിളക്ക് എന്റെ കയ്യിൽ ഒന്നും സാധനം ഇല്ലെങ്കിൽ തലയിൽ ഇരുന്നേ നിങ്ങളുടെ കേറുന്നുണ്ടോ മനുഷ്യ എടുത്തിട്ട്.